Good evening, everyone. ഇന്നത്തെ മാർക്കറ്റ് ക്ലോസ് ചെയ്യാൻ ഒരു 5 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഒരു വീഡിയോ ആയിട്ട് ഇന്ന് വരാൻ സാധിച്ചു. അപ്പോൾ ഈ ഒരു 2024 ഈ ഒരു വർഷത്തെ ആദ്യത്തെ വീഡിയോ ആണ്. കുറച്ച് ദിവസമായിട്ട് നമ്മളൊരു ബ്രേക്കിലായിരുന്നു. അപ്പോൾ അതിനുശേഷം ഇന്ന് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ മുൻപുണ്ടായിരുന്നതുപോലെ നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും തുടർന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ ലൈവ് സെഷൻസും അതുപോലെ തന്നെ ലെവൽസ് ഫോർ ടുമോറോ വീഡിയോസ് ഒക്കെ ആയിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ 5 മിനിറ്റ് മാത്രമാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്യാനായിട്ട് ബാക്കിയുള്ളത്. അപ്പോൾ ഇന്നൊരു ബെയറിഷ് ഡേ ആണ് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും വന്നിട്ടുള്ളത്. ക്ലോസിംഗ് ഇന്നത്തെ മാർക്കറ്റ് ഓപ്പണിംഗ് നോക്കുകയാണെങ്കിൽ ഒരു മിക്സഡ് ഓപ്പണിംഗ് ആണ് ഇന്ന് വന്നിട്ടുള്ളത്. നിഫ്റ്റിയിലാണെങ്കിൽ 36.80 പോയിന്റ്സിന്റെ ഒരു പോസിറ്റീവ് ഓപ്പണിംഗ്, ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ 62.35 പോയിന്റ്സിന്റെ നെഗറ്റീവ് ഓപ്പണിംഗ് ആണ് വന്നിട്ടുള്ളത്. ഓപ്പണിംഗ് അതിനുശേഷം ഒരു ഡൗൺഫോൾ ആണ്, ബെയറിഷ് ഡേ ആണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് നിഫ്റ്റിയിലായാലും ബാങ്ക് നിഫ്റ്റിയിലായാലും. ഇത് നമ്മുടെ ലെവൽസ് ആണ്. അപ്പോൾ ഈ ലെവൽസ് കൃത്യമായിട്ട് റെസ്പെക്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. എന്തായാലും ഇന്ന് കൂടുതലായിട്ട് ട്രേഡ്സ് എടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ഈ ഒരു ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് മോർണിംഗ് സെഷനിൽ കുറച്ച് ട്രേഡ്സ് എടുക്കാനായിട്ട് കഴിഞ്ഞു. അതിനുശേഷം ആഫ്റ്റർനൂൺ സെഷനിൽ നമുക്ക് ഈ ഒരു ഡൗൺഫോൾ 2 മണിയോടുകൂടി വന്നിട്ടുള്ള ഈ ഒരു 2:20 വന്നിട്ടുള്ള ഈ ഒരു ഡൗൺഫോൾ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിന് മുൻപ് തന്നെ ഇന്നത്തേക്കുള്ള ട്രേഡിംഗ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ പൊസിഷൻസ് നോക്കുകയാണെങ്കിൽ ഇതാണ് ഇന്നത്തെ പൊസിഷൻസ്. ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ള 1560 ആണ് ഇന്നത്തെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. ഈ ഒരു പൊസിഷൻ 48,100 പുട്ട് ഓപ്ഷൻ, ഇന്നത്തെ ദിവസം മുഴുവനും പുട്ട് ഓപ്ഷൻസ് മാത്രമാണ് ഞാൻ ട്രേഡ് ചെയ്യാൻ ശ്രമിച്ചത്. അപ്പോൾ അതിൽ മോർണിംഗ് സെഷനിൽ തന്നെ ഈ ഒരു 48,200 പുട്ട് ഓപ്ഷനിലും അതുപോലെ തന്നെ 48,300 പുട്ട് ഓപ്ഷനിലും പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. അതിനുശേഷം ഈ ഒരു 48,100 പുട്ട് ഓപ്ഷനിലേക്ക് ചേഞ്ച് ചെയ്ത സമയത്ത് നമുക്ക് ഈ ഒരു കൺസോൾട്ടേഷൻ റേഞ്ചിലാണ് ഈ ഒരു 48,100 പുട്ട് ഓപ്ഷൻ്റെ ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ ആ ഒരു പുൾ ബാക്കിൽ ചെറിയ പുൾ ബാക്സ് നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞു. അപ്പോൾ ഒരുപാട് സമയം ഒരു 12 മണി മുതൽ 2 മണി വരെ 2 മണിക്കൂറോളം ഈ ഒരു ഏരിയയിൽ തന്നെയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത് ബാങ്ക് നിഫ്റ്റി. അതുകൊണ്ട് തന്നെ കൂടുതൽ കൺസോൾട്ടേഷൻ മൂവ്മെന്റ്സ് ആണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചെങ്കിലും അപ്പോൾ അതിലൊരു 1000 റുപ്പീസിന്റെ ലോസ് വന്നതിന് ശേഷം പിന്നെ ആ ഒരു ദിവസത്തെ ഈ ഒരു ബ്രേക്ക് ഔട്ട് വന്നതിന് ശേഷം ട്രേഡ് ചെയ്യാമെന്ന് കരുതി. അതിനുശേഷവും കൺസോൾട്ടേഷൻ തുടർന്നുകൊണ്ടിരുന്നപ്പോൾ ഇന്നത്തേക്ക് സ്റ്റോപ്പ് ചെയ്തു. അതിനുശേഷമാണ് ഈ ഒരു ഷാർപ്പായിട്ടുള്ള ഒരു ഡൗൺഫോൾ വന്നത്. ഈ ഒരു മൂവ്മെന്റ് മുഴുവനായിട്ടും മിസ്സാവുകയാണ് ചെയ്തത്. കുഴപ്പമില്ല, നമുക്ക് എന്തായാലും നാളെ നോക്കാം. നമ്മൾ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് എഗെയിൻ ആ ഒരു മൂവ്മെന്റ് കണ്ടതുകൊണ്ട് മാത്രം നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ലോസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഡിസിപ്ലിനോട് കൂടി തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക എല്ലാവരും. അതിനുശേഷം ഈ ഒരു ഡൗൺഫോൾ വന്നു. അറൌണ്ട് 47,400 ഓൾമോസ്റ്റ് വന്നെന്ന് തോന്നുന്നു. ഞാൻ ഇന്നത്തെ ഡേ ലോ ഒന്ന് ചെക്ക് ചെയ്യാം. 47,387.35 ആണ് ഇന്നത്തെ ഡേ ലോ ബാങ്ക് നിഫ്റ്റിയിൽ വന്നിട്ടുള്ളത്. എന്തായാലും 47,400 ഒരു ഡൗൺഫോൾ വന്നിട്ടുള്ളത്. 48,154.50 ആണ് ഇന്നത്തെ ഡേ ഹൈ. ആ ഒരു ലെവലിൽ നിന്ന് ഒരു കണ്ടിന്യൂസ് ഡൗൺഫോൾ ആണ്. നമുക്ക് ഈ ഒരു ഏരിയയിൽ നമുക്കൊരു പുൾ ബാക്ക് വന്നെങ്കിലും അതിനുശേഷവും കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഡൗൺഫോൾ വരുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ ഈ ഒരു 47,750 47,760 ലെവലൊരു
കൺസോൾട്ടേഷൻ നമുക്ക് 2 മണിക്കൂർ കൺസോൾട്ടേഷൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ നമുക്ക് കാണാൻ സാധിച്ചു. അതിനുശേഷമാണ് ഒരു ബ്രേക്ക് ചെയ്ത് ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കണ്ടിന്യൂസ് ഒരു ഷാർപ്പായിട്ടുള്ള ഒരു ഡൗൺഫോൾ വരുന്നത് കാണാൻ സാധിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഡൗൺഫോൾ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്സ് കമൻസിലൂടെ അറിയിക്കുക. ആർക്കൊക്കെ ഇത് ചെയ്യാനായിട്ട് കഴിഞ്ഞു എന്ന് നിങ്ങൾ കമൻസിലൂടെ അറിയിക്കാം. അപ്പം എനിക്കെന്തായാലും ഇത് ഈ ഒരു ഏരിയയിൽ നിന്ന് ഈ ഒരു 1000 റുപ്പീസിൻ്റെ ലോസ് വന്ന സമയത്ത് അത് ഞാൻ ഉദ്ദേശിച്ച പോലെ എടുക്കാനായിട്ട് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു സ്റ്റോപ്പ് ചെയ്തു. ഇന്നത്തേക്ക് സ്റ്റോപ്പ് ചെയ്തു. കൂടുതൽ പുൾ ബാക്ക് വരുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തു. 47,885 ലെവലിലേക്കെല്ലാം ഒരു പുൾ ബാക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്തെങ്കിലും അത് വരാതെ തന്നെ ഇവിടെ നമുക്കൊരു കൺസോൾട്ടേഷന് ശേഷം ഒരു ഷാർപ്പായിട്ടുള്ളൊരു ഡൗൺഫോൾ വരുന്നതാണ് കാണാൻ സാധിച്ചത്. എന്തായാലും കുഴപ്പമില്ല. നമുക്ക് നെക്സ്റ്റ് ഡേ നോക്കാം. നാളത്തെ ട്രേഡിങ് നമുക്ക് നോക്കാം. ഇന്ന് തന്നെ കൂടുതലായിട്ടുള്ള ട്രേഡ്സ് അവോയ്ഡ് ചെയ്തത് അതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് എപ്പോഴും നെക്സ്റ്റ് ഡേ ഉണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ ഒരു ട്രേഡിംഗ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന വീഡിയോസ് ആയിട്ട് ഇനി വരും ദിവസങ്ങളിൽ കാണാം. അപ്പോൾ നിഫ്റ്റിയിൽ പറയുകയാണെങ്കിൽ നിഫ്റ്റിയിലും ഈ ഒരു 21,750 760 ലെവലിൽ നിന്നൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഡൗൺഫോൾ ആണ് നിഫ്റ്റിയിലും വന്നിട്ടുള്ളത്. ഇപ്പോൾ നിഫ്റ്റിയിൽ ഈ ഒരു കൺസോൾട്ടേഷൻ കുറച്ചുകൂടി സ്റ്റേബിൾ ആയിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. ലെവൽ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കൺസോൾട്ടേറ്റ് ചെയ്തു. അതിനുശേഷം ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് വന്നു. പക്ഷെ ബാങ്ക് നിഫ്റ്റിയിലാണ് ആ ഒരു ഷാർപ്പായിട്ടുള്ള ഡൗൺഫോൾ നമുക്ക് കാണാൻ സാധിച്ചത്. ഇപ്പം എന്തായാലും നമുക്ക് ഈ ഒരു നിഫ്റ്റിയിൽ ഇന്നത്തെ ഡേ ലോ വന്നിട്ടുള്ളത് 21,500ലേക്ക് വന്നിട്ടുണ്ട്. 21,492.90 ആണ് ഇന്നത്തെ ഡേ ലോ വന്നിട്ടുള്ളത്. മാർക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. 3:30 ആയി. അപ്പം എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് കാണാം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളുടെ ഫീഡ്ബാക്സ് കമൻസിലൂടെ അറിയിക്കാം. തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് മറ്റ് വീഡിയോസ് ആയിട്ടും മറ്റ് ഡിസ്കഷൻസ് ആയിട്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.